ബ്രാഹ്മണന്മാരും മഹർഷിമാരും ഒന്നിച്ചിരിക്കുന്ന സഭയിൽ വെച്ച് യുധിഷ്ഠിരൻ പറയുന്നു, 12 വർഷത്തെ ഞങ്ങളുടെ വനവാസം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് 1 വർഷത്തെ അജ്ഞാതവാസക്കാലമാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഇനി ഇവിടെ താമസിക്കുവാൻ സാധിക്കാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. കൗരവർ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള വലിയ ഉപദ്രവങ്ങൾ എത്രയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദുര്യോധനനും ശകുനിയും കർണനുമൊക്കെ ചാരന്മാരെ അയച്ച് ഞങ്ങളെ കണ്ടെത്തി വീണ്ടും ഉപദ്രവിക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഇവിടം വിട്ടു പോകേണ്ടിയിരിക്കുന്നു. അജ്ഞാതവാസക്കാലത്ത് ആരും ഞങ്ങളെ തിരിച്ചറിയാതിരിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ബ്രാഹ്മണരും മഹർഷിമാരും വീണ്ടും കാണാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി യാത്ര പറഞ്ഞു പിരിയുന്നു. പിന്നീട് പാണ്ഡവർ 5 പേരും ദ്രൗപദിയോടുകൂടി പുറപ്പെടുന്നു. അല്പദൂരം യാത്ര പോയതിനു ശേഷം നിമിത്തം നോക്കി അജ്ഞാതവാസത്തിനുള്ള ആലോചന അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അജ്ഞാതവാസക്കാലത്ത് ദുര്യോധനന്റെ കണ്ണിൽ പെടാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട്, പാണ്ഡവർ മനസ്സിൽ കരുതി.